ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ സുശോഭനമായ ഭാഗധേയം നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിൽ സംഘികൾ നുണപ്രചരണങ്ങൾ നടത്തി ഉന്നത വ്യക്തികൾ വരെ അതിൽ പങ്കാളികളായി നുണ പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാഷിസത്തിൻ്റെ മുന്നേറ്റം ബുദ്ധിപൂർവം തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തായിരിക്കും ഇന്ത്യയിലെ മഹാഭൂരിഭാഗം ജനങ്ങളും അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാനരഹിതമായ കുപ്രചാരണങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കണം, കേരളത്തിൽ UDFനെ വിജയിപ്പിക്കണം. അതാണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ സമസ്തയുടെ മുഷാവറംഗം കൂടിയാണല്ലോ അങ്ങ്. സമസ്ത കാലങ്ങളായി അത്തരമൊരു രാഷ്ട്രീയ നിലപാടൊന്നും തന്നെ സ്വീകരിക്കാറില്ല. വ്യക്തികൾ രാഷ്ട്രീയ നിലപാട് പറയാറുണ്ട്. നേരത്തെ സമസ്തയുടെ മുഷാവറംഗം കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അദ്ദേഹം പറഞ്ഞത് ഫാസിസത്തെ നേരിടാൻ ഇവിടെ LDFനെ സാധിക്കൂ, അതുകൊണ്ട് തന്നെ LDFന് ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം വേണമെന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തയുടെ നിലപാടായിട്ടൊക്കെ തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അത് തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചാരണമാണ്. അദ്ദേഹത്തെ അതിനെ ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് സമസ്ത നേതാക്കളൊക്കെ സംയുക്ത പ്രസ്താവന നടത്തി മിനിയാന്ന്. അപ്പോൾ അതോടുകൂടി ആളുകളൊക്കെ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ LDFും ഫാഷിസ്റ്റ് ശക്തികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പല ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. കേരളത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ അനാവൃതമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, മന്ത്രിമാർ ഇവരൊക്കെ ഞങ്ങൾ തമ്മിൽ അകൽച്ചയാണ്, നാം അവരെ പിന്തുണക്കുകയില്ല എന്നൊക്കെയുള്ളൊരു പ്രചാരണം നടത്തുന്നു എന്നതേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് ഫാഷിസത്തെയും കേരളത്തിലെ LDFനെയും ജനാധിപത്യ വിശ്വാസികൾ ഒരേ മനസ്സ് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ-ഉലമയെ സംബന്ധിച്ച് പറഞ്ഞാൽ സമസ്ത മുസ്ലിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രഥമമായും സമൂഹത്തിൻ്റെ പുരോഗതിക്കും നേട്ടത്തിനും പൊതുവായും വേണ്ടി രൂപീകൃതമായ ഒരു സംഘടനയാണ്. അപ്പോൾ അതൊരു മുസ്ലിം പരിപ്രേക്ഷ്യം സമസ്ത കേരള ജമിയത്തുൽ-ഉലമക്കുണ്ടല്ലോ. മുസ്ലിം ലീഗും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പേരിൽ മുസ്ലിം ഉണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളൊരു ന്യൂനപക്ഷമായതുകൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഇസ്ലാമുമായി ബന്ധമുള്ള അല്ലെങ്കിൽ മുസ്ലിംകളുമായി ബന്ധമുള്ള സംഘടനകളായതുകൊണ്ട് തികച്ചും സ്വാഭാവികമാണ് അവർ തമ്മിലുള്ള ഒരു സമാന മനസ്കത. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ-ഉലമയുടെ ആദ്യകാല നേതാക്കൾ, പിൽക്കാലത്ത് അഥവാ ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ സാരഥികൾ, ഇപ്പോൾ നിലവിലുള്ള നേതാക്കൾ, ഇവരൊക്കെ പൊതുവിൽ ഈ കാഴ്ചപ്പാടിൽ തന്നെയാണുള്ളത്. അതേസമയം വ്യക്തികൾക്ക് സമസ്ത കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവേദിയിൽ ധാരാളം സംഘടനകളിലായി പ്രവർത്തിക്കുന്നവരാണ്. ബഹുജനങ്ങളിൽ നിന്നുള്ളവരതിലുണ്ടാവും. വിദ്യാർത്ഥികളുണ്ട്, യുവജനങ്ങളുണ്ട്, മതവിദ്യാർത്ഥികളുണ്ട്, മതരംഗത്ത് സവിശേഷമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ മറ്റ് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരായിരിക്കാം. അതുകൊണ്ട് സമസ്തക്ക് ഔദ്യോഗികമായ രാഷ്ട്രീയ നയമില്ല, കാഴ്ചപ്പാടില്ല. വ്യക്തികൾക്ക് ഇഷ്ടമുള്ളത് ആകാവുന്നതാണ് എന്നതാണ് സമസ്തയുടെ നയം. അങ്ങനെ തന്നെയാണെന്നുള്ളത്. സ്ഥാനാർത്ഥികൾ അങ്ങനെയൊക്കെ പറയൽ ആവശ്യമുള്ളൂ. അവരെ നിലനിൽപ്പിന്, തുടർന്ന് അവർ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് അതൊക്കെ ആവശ്യമാണ്. ഒക്കെ അവിശ്വസനീയമായ പ്രസ്താവനകളാണ്. അത് കാര്യക്ഷമമായി വസ്തുനിഷ്ഠമായി അത് അനലൈസ് ചെയ്ത് പരിശോധന നടത്തി വസ്തുതകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജിഫ്രി പ്രസ്താവന നേരത്തെ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് സമസ്ത എന്ന് പറയുന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയപരമായ ആരോടോ താല്പര്യമോ ആരോടോ വിരോധമോ ഇല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
സ്വാഭാവികമായും സമസ്ത അണികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോട് വോട്ട് ചെയ്യാമെന്നും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഈ പണ്ഡിത സഭയിൽ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുമ്പോ അണികൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വരില്ലേ സ്വാഭാവികമായിട്ടും? പൈസയും ഒരു മുഷാവറാംഗമാണ്, അങ്ങ് ഒരു മുഷാവറാംഗമാണ്. ആ നിലയിൽ പണ്ഡിത സഭയിൽ തന്നെ പെട്ട നേതാക്കൾ ഈ നിലയിലുള്ള അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികൾക്കിടയിൽ അതൊരു കൺഫ്യൂഷൻ കാരണമാവില്ലേ? പണ്ഡിത സഭയുടെ മേൽവിലാസം ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഉമർ ഫൈസിയുടെ ഇൻ്റർവ്യൂ പുറത്തു വന്നത് ദേശാഭിമാനി ഫസ്റ്റ് പേജിൻ്റെ മധ്യത്തിൽ വരെ സമസ്തയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അതിന് സമസ്ത പ്രസിഡന്റ് മറുപടി പറഞ്ഞു, അദ്ദേഹം അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ, അത് നിങ്ങൾ എഴുതിയതാണല്ലോ എന്ന്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് കോൺഗ്രസ്സുകാരായ പലരും സമസ്തയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് നിങ്ങളുടെ ആ രാഷ്ട്രീയം ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ അത് ജനങ്ങളോട് പറയരുതെന്നോ സ്വകാര്യമാക്കി വെക്കണമെന്നോ ഒന്നും സമസ്ത പറഞ്ഞിട്ടില്ല. സമസ്തക്ക് മതപരമായ കാര്യങ്ങൾ, മതവിദ്യാഭ്യാസ കാര്യങ്ങൾ, മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായി അതിൻ്റെ ഫീൽഡ് മേഖല, അതാണ്. അതേസമയം മുസ്ലിം ലീഗും മുസ്ലിം സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കാണുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട. അതുകൊണ്ട് രണ്ടും ഇസ്ലാമുമായും മുസ്ലിമുകളുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബന്ധം നമുക്കതിൽ കാണാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. ടീം സമസ്ത അങ്ങനെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു വ്യാജമായ ഒരു അഭിനയങ്ങളാണ്. ചിലപ്പോൾ ആൾ മാറിയും തരും, ചിലപ്പോൾ സമസ്തയുമായി ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറ്റു പാർട്ടികളുടെ ആളുകൾ ആ പേരിൽ പ്രത്യക്ഷപ്പെടുന്നതാകാം. എല്ലാവർക്കും എല്ലാത്തരം വേഷവും ചേരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ തീർച്ചയായിട്ടും, കാരണം സമസ്ത പ്രസിഡന്റ്, സമസ്തയുടെ നേതാക്കൾ മിനിയാന്ന് വ്യക്തമാക്കിയല്ലോ. പ്രസിഡന്റ്, സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി, സമസ്തയുടെ ഖജാൻജി തുടങ്ങിയുള്ള ആൾക്കാർ സംയുക്തമായിട്ടാണ് ആ പ്രസ്താവന പുറത്തിറക്കിയത്. സമസ്തക്ക് അങ്ങനെ നയമില്ല, സമസ്തയെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കി. അത് ചില ദുരുദ്ദേശമുള്ള കപട മനസ്കതയുള്ള ചില ആൾക്കാർ സമസ്തയുടെ പേര് ഉപയോഗിക്കുക. സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത കേരള നായർ സംഘം അറിയില്ലേ, പേരാർക്കും ഉപയോഗിക്കാം. സമസ്ത ടീമെന്നോ ടീം സമസ്ത എന്നോ സമസ്ത സംഘം എന്നോ സംഘടന എന്നൊക്കെ പറയാവുന്നതാണ്. മറ്റൊരു കാര്യം, ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമസ്തക്കെതിരെയും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത്. അത് സ്വാഭാവികമായിട്ട് സമസ്തയുടെ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രചാരണം ഒരു ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഉമർ ഫൈസിയുടെ മുഖത്തിന്റെ പ്രതികരണം എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ചോദിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. എങ്കിലും അത് ഓരോ സംഘടനയിലും അങ്ങനെയുള്ള ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ, ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ, കോൺഗ്രസ്സിലെ എല്ലാവരും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അംഗീകരിക്കാത്ത താഴെയുള്ള ഒരാൾ പറഞ്ഞു എന്ന് വരും. അങ്ങനെയുള്ളൊരു അഭിപ്രായം എന്ന് അത്തരം പ്രസ്താവനകളെ പറ്റി മനസ്സിലാക്കിയാൽ മതി. അല്ല, അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണ്ട. സോഷ്യൽ മീഡിയ നടത്തുന്ന ക്യാമ്പയിൻ അത്തരം ലീഗുകാർക്കെതിരെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണം എന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? തെറ്റിദ്ധാരണയാണ്. അങ്ങനെ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുസ്ലിം ലീഗും ഒരു സംഘർഷത്തിൻ്റെയോ സംഘട്ടത്തിനോ ആവശ്യമില്ല. രണ്ട് പേരുടെയും പ്രവർത്തന മേഖല വ്യത്യസ്തമാണ്. അവർ മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങൾ, സാമൂഹികമായ, സാമുദായികമായ, വിദ്യാഭ്യാസപരമായ അതുപോലുള്ള വിഷയങ്ങളാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പേര് പ്രകടമാവുന്നത് പോലെ തന്നെ ഒരു പണ്ഡിത സംഘടനയാണ്. ആ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട മേഖലകളെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ ഭരണഘടനയിൽ 4-5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാണാൻ സാധിക്കും. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയിൽ അങ്ങനെയല്ല ഉണ്ടാകുക, വേറെ ആയിരിക്കും. അപ്പോൾ ഈ സംഘർഷം, ഈ സംഘടന അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടൽ തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കുന്നതാണ്. എല്ലാ രംഗത്തും ഉള്ളതുപോലെ ഈ രംഗത്തും കാണുന്നെന്ന് മാത്രം. അത് വിരുദ്ധമല്ലല്ലോ. പരസ്യം എന്ന് പറഞ്ഞാൽ പരസ്യദാതാക്കളുടേത് സ്വീകരിക്കാമെന്ന് പത്രത്തിന് പോളിസിക്ക് എതിരല്ലെങ്കിൽ അവർ സ്വീകരിക്കും. ചില പത്രങ്ങൾ അത്തരം പരസ്യങ്ങൾ, അത്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അല്ല ഉദ്ദേശിക്കണം. അവർക്കൊരു പോളിസി ഉണ്ടാവും. ഇപ്പോൾ മലയാള മനോരമയിൽ സുന്നി വനസംഘത്തിന് പരസ്യം കൊടുത്ത് അവരെടുക്കില്ല. ഇസ്ലാമും ക്രിസ്തു മതം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഞാൻ എഴുതിയിരുന്നു 35 കൊല്ലം മുമ്പ്. അതിൻ്റെ ഒരു പരസ്യം ഞാൻ മനോരമയ്ക്ക് കൊടുത്തു, ഇസ്ലാമും ക്രിസ്തു മതവും. അവരെ പ്രസിദ്ധീകരിച്ചില്ല. അപ്പോൾ ഇത് പത്രത്തിൻ്റെ നയങ്ങൾക്കെതിരാണ് ഈ പരസ്യം എന്ന് പറഞ്ഞ മറുപടി അയച്ചു. ഉദാഹരണം,
ഇത് ഒരു പൊതുപത്രം എന്ന നിലക്ക് നമ്മൾ തുടങ്ങി. എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വലിയ സ്വീകാര്യത ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടി കൊടുത്തു എന്ന നിലക്ക് മാത്രമല്ല, മറ്റു പത്രങ്ങൾ പരസ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ നിലക്ക് അവർ കൊടുത്തു എന്നേ ഉള്ളൂ. അതിന് പോളിസിക്കെതിരാണോ അല്ല എന്ന് അവർ ചിന്തിക്കേണ്ട വിഷയമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല ആളുകളും പല ജാതി പ്രകടനങ്ങളും കോപ്രായങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ പൊതുമേഖലയിലുള്ളതാണ്. ഈ സമസ്തയെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അന്ന് പറയുന്നത് തന്നെയാണോ? ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് തന്നെയാണോ? സമസ്തയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് സമസ്തക്ക് സ്വന്തമായൊരു രാഷ്ട്രീയ നയമില്ല. അതേസമയം മുസ്ലിം സമുദായത്തിനും ഇന്ത്യൻ സമൂഹത്തിനും പുരോഗമനാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെ വിജയിപ്പിക്കണം എന്ന് തന്നെയുള്ള സമസ്ത പറയാം. എങ്കിലും സമസ്തക്ക് പോലും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും മുസ്ലിങ്ങൾക്കുള്ള സാമൂഹിക സ്റ്റാറ്റസിനെയൊക്കെ വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി 2-3 ദിവസം മുമ്പ് പലയിടത്തും പ്രസംഗിച്ചത്. എല്ലാ ആളുകളും അത് വലിയ ഗുരുതരമായ ഗൗരവതരമായ വിഷയമായി കണ്ട് ആയിരക്കണക്കിന് പരാതികൾ അതിനെതിരെ നൽകപ്പെട്ടു. പക്ഷേ തൽപര കക്ഷികൾ നേരത്തെ ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് കീ പോയിന്റുകൾ നിശ്ചയിച്ച് കഴിഞ്ഞതിനാൽ ഒന്നും നടക്കണില്ല. ആയിരക്കണക്കിന് പരാതികൾ ചെന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് ജീവിക്കണമെങ്കിൽ അതിന് തരണം ചെയ്യാൻ കഴിയണമല്ലോ. അതുകൊണ്ട് സമസ്ത തീർച്ചയായും അങ്ങനെ തന്നെ പറയുള്ളൂ. അതെ. എന്ത് പ്രചാരം? ഇതിങ്ങനെ അതിരൂക്ഷമായി പോകേണ്ട, അതൊരു കാത്തിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണ്ഡിത സഭ നിലയ്ക്ക് ഒരു സമൂഹത്തിന് ഒരു മോശം ഒരു ഇമേജ് ഉണ്ടാക്കാൻ കാരണമാവും ഇത്തരം പ്രചാരണങ്ങൾ. അപ്പോൾ ഒരു സമസ്തന്റെ വിശദീകരണത്തിന് അധിക സമയം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, കുറേ ദോഷൈക എതിർക്കുകൾ സംഘടിതമായി ഇങ്ങനെ പൊതുരംഗത്തിറങ്ങിയപ്പോൾ എന്താ ഈ സമസ്ത അത് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് നേതാക്കളിൽ ഇടപെട്ടു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നാളെയാണ്. 48 മണിക്കൂർ മുമ്പ് നേതാക്കളുടെ സംയുക്ത പ്രസ്ഥാനം വന്നു. എല്ലാവിധ അസ്പൃശ്യതകളും നീക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് വന്നിട്ടുള്ളത്. അത് ഇന്ത്യ മുന്നണിയെയും കേരളത്തിൽ UDF-നെയും വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ താല്പര്യം. ഇന്ത്യ മുന്നണിയാണ് ഫാസിസ്റ്റുകളെ തടയാൻ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം അങ്ങ് പറയുന്നുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഉൾപ്പെടെ UDF-ൽ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊഴിഞ്ഞുപോക്ക് ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വിലയിരുത്തലൊരു ഭാഗത്തുണ്ട്. വിശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷന്റെ PA ആയിരുന്ന വ്യക്തി വയനാട് BJP ചേർന്നിട്ടുണ്ട്. ആ നിലയിൽ BJP-യിലേക്കുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നിന്നൊരു ഭാഗത്ത് വളരെ വ്യാപകമായിട്ടുണ്ടാകുന്നത്. നാളെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിടുന്ന നേതാക്കൾ പോലും ആ നിലയിൽ BJP-യിലേക്ക് ചേക്കേറുമോ എന്നൊരു ആശങ്ക ഒരു ഭാഗത്തുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കും ആ നിലയിലുള്ള ഒരു ഭയമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ വിശ്വസിക്കാൻ സാധിക്കുന്നത്? അതാ BJP-യിൽ ചേരുന്ന ആളുകളെ ബൂസ്റ്റ് ചെയ്ത് പിന്നെ പ്രചാരണം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 142 കോടിയിലധികം ജനങ്ങളില്ലേ, അതിലെല്ലാവരും BJP-യിലേക്ക് പോവുക അല്ല. അത് തൽപര കക്ഷികൾ അവരവർക്ക് പോസിറ്റീവായി കാണുന്ന ഘടകങ്ങൾ അവർ പബ്ലിസിറ്റി നൽകുന്ന പത്രങ്ങളിലൂടെ, വാർത്താമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പിന്നെ വാചികമായ സമീപനങ്ങളിലൂടെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അത് തൽപര കക്ഷികൾ അങ്ങനെ പറയുള്ളൂ. കോൺഗ്രസിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവർ അങ്ങനെ തന്നെ പറയൂ എന്ന് മാത്രമല്ല, അങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടതും. അപ്പോഴല്ലേ അവരുടെ നിലനിൽപ്പിനൊരു അംഗീകാരമാവുള്ളൂ. LDF സർക്കാർ വന്നതിന് ശേഷം സമസ്തയെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര മുസ്ലിം സംഘടന എന്ന നിലയിൽ സമസ്തയെ ആ നിലയിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളവരാണ് അഭിപ്രായം. വഖഫ് വിഷയത്തിലാണെങ്കിലും പിന്നീട് വന്ന ഇല്ല, സമസ്തയുടെ നേതൃത്വം വരെ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും അവർ നടത്തിയിട്ടില്ല. ഇപ്പോൾ CA സമരം ഉണ്ടായപ്പോൾ പല കേസുകളുണ്ടായി. ആ കേസുകളൊന്നും നിലനിൽക്കണം, ഒക്കെ പിൻവലിക്കുന്ന മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നതാണ്. പിന്നെ മുസ്ലിങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇല്ല എന്നതാണ് അനുഭവം. ബംഗാളിൽ 35 കൊല്ലം അവർ ഭരിച്ചിട്ട് ബംഗാൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ഒരു ഓഫ് ക്യാമ്പസ് ബംഗാളിലുണ്ട്. അവിടെയുള്ള മുസ്ലിങ്ങളെ ഈ 35 കൊല്ലമായി ഓരോ ദിവസവും ഈ സംഘടന പിന്നിലേക്ക് വലിക്കുകയാണ് ചെയ്തത്. സമൂഹത്തിൽ നിന്നും അവർ താമസിക്കുന്നിടത്ത് ഒരുവിധ വികസന സൗകര്യങ്ങളുമില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല. ഇനി ഒരു കുട്ടി ഇവിടെ നിന്ന് അവിടെ ചെന്ന് വിദ്യാലയത്തിൽ ചേരാൻ ഉദ്ദേശിച്ചാൽ തന്നെ അവിടെ സീറ്റ് ഫുള്ളായിട്ടുണ്ടെന്ന് തിരിച്ചയക്കുക. ഒരു മുസ്ലിം എവിടെന്നെങ്കിലും വിദ്യാഭ്യാസം നേടിയിട്ട് ഉദ്യോഗത്തിന് അപേക്ഷിച്ചാൽ അത് തള്ളിക്കളയാം, അകാരണമായി തള്ളിക്കളയാം. ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ
അവർ പിന്നെ 4 മാസം മുമ്പ് അവകാശവാദം ഉന്നയിച്ചു ഞങ്ങളാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ തട്ടം വലിച്ച് ഊരിയത്. എന്നിട്ട് ആ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ തന്നെ അവർക്ക് പരസ്യത്തിൽ കൊടുക്കേണ്ടി വന്നു ഇന്നലെ. അത് അവരെ കുറ്റം പറയേണ്ടി കഴിഞ്ഞാൽ അവരെ നയം അതാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. വൈരുദ്ധ്യമാകണമൊക്കെ. പെണ്ണിൻ്റെ തട്ടം ഞങ്ങൾ വലിച്ചൂരി എന്ന് പറയും ചെയ്യുക, അത് അതേ പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്യുക. വടക്കൻ കേരളത്തിൽ നിരവധി പള്ളികൾ പിന്നെ തുടങ്ങുന്നതിന് എതിരെ പ്രവർത്തിച്ച ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പള്ളി തുടങ്ങി 15-18 കൊല്ലം ഒരു നിസ്കാരം പോലും ഇല്ലാതെ പള്ളി ഉപജീവിച്ചിട്ടുണ്ട്. പിന്നെ പലരും ഇടപെട്ടിട്ടാണ് ബാങ്ക് കൊടുക്കാൻ പാടില്ല, മൗലൂദ് നടത്താൻ പാടില്ല, മജ്‌ലിസുന്നൂർ നടത്താൻ പാടില്ല, സുബ്ഹാനല്ലാഹി ബിഹംദിഹി ചെല്ലാൻ പാടില്ല എന്നൊക്കെ കണ്ടീഷനിൽ നിങ്ങൾക്ക് നിസ്കരിച്ച് പോകാൻ നിശബ്ദമായി. അങ്ങനത്തെ പള്ളികളുണ്ട്. 1, 2, 4 ഒന്നുമല്ല, പല സ്ഥലത്തുമുണ്ട്. അതെ അതെ, ഇതാണ് അങ്ങനെ വേറെ സ്ഥലത്തുണ്ടാവും. അവർക്ക് മികവുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യും. കാരണം അതിൻ്റെ ലക്ഷ്യം അതാണ്. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് അവരുടെ മുദ്രാവാക്യം, അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സിദ്ധാന്തം. മനുഷ്യൻ മയങ്ങിപ്പോകും മത അനുഷ്ഠാനിയായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ബുദ്ധ ജൈന ജൂത കൺഫ്യൂഷൻ ആണെങ്കിൽ ആരാണെങ്കിലും. അതുകൊണ്ട് അങ്ങനെയേ അവർ ചെയ്യും. കാരണം അവരുടെ അടിസ്ഥാനം അങ്ങനെയാണ്. എന്താ പറഞ്ഞാൽ ഈ പൗരത്വ ഭേദഗതി വിഷയം സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലൊന്നും തന്നെ പൗരത്വ ഭേദഗതി പിൻവലിക്കുമെന്നൊരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല എന്ന വിമർശനം ഇടതുപക്ഷം പറയുന്നുണ്ട്. അതേസമയം CPI CPM പോലെയുള്ളവരുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രികയിൽ പറയുന്നത് മുഴുവൻ നമ്മളെ നടപ്പാക്കപ്പെട്ടെങ്കിൽ ഭാരതം എന്താകുമായിരുന്നു? ആരും നടപ്പാക്കലില്ലല്ലോ. അതേസമയം കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിൻവലിക്കുന്നു. പ്രകടന പത്രികയിൽ തന്നെ പറയണമെന്നില്ലല്ലോ. ഒരു കക്ഷി ഒരു പാർട്ടി 5 കൊല്ലം ഭരിക്കുമ്പോൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാം ഇത് പറയാൻ കഴിയില്ല. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ CA റദ്ദാക്കും. എന്നാ ശരി, കഴിഞ്ഞില്ലേ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മണ്ഡലമാറ്റാണ് സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ. സ്ഥാനാർത്ഥികൾ നേരത്തെ ഉണ്ടായിരുന്ന MP-മാര് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. യുവാക്കൾക്കൊന്നും പ്രാതിനിധ്യം കൊടുത്തില്ല എന്നൊരു അഭിപ്രായമൊക്കെ. നമുക്ക് ആ പാർട്ടിയോട് ചോദിക്കണ്ട, പാർട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ. ഒരു കാര്യം, ഇപ്പം സംയുക്ത പ്രസ്താവന ഇറക്കിയതിനെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കും ജിഫ്രി തങ്ങളോ അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്താഖോ അവർ പോസ്റ്റ് നിൽക്കുന്ന രണ്ടുപേരും ഈ നിലയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച കാര്യം നിലപാടായി തന്നെ പറയാൻ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹങ്ങൾ സർവ്വവ്യാപകമായി നഗ്നതാണ്ഡവം നടത്തി സോഷ്യൽ മീഡിയയിൽ, അതിന് പുറമെ മറ്റു രംഗങ്ങളിലും ഈ വീടുകളിൽ പോയിട്ടുള്ള കുപ്രചാരണങ്ങൾ, മറ്റ് പള്ളികളിൽ മദ്രസകളിൽ വെച്ചുള്ള കുപ്രചാരണങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അവസാനം തെരഞ്ഞെടുപ്പിനോടടുത്ത് ഒരു നിലപാട് പ്രഖ്യാപിക്കാന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായി. അങ്ങനെയുള്ളതായിട്ട് അറിയില്ല, ഉണ്ടാകാൻ പാടില്ലല്ലോ. പണ്ഡിതന്മാർക്ക് കമ്മ്യൂണിസവുമായി സമരസപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അതിന് നേരത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, അദ്ദേഹം പുതുപ്പറമ്പിലായിരുന്നു. പുതുപ്പറമ്പ് അറിയാം, നമ്മുടെ കോട്ടക്കൽ ആര്യവേദശാല അവിടുന്ന് പടിഞ്ഞാട്ട് പോകണം. വേങ്ങരയുടെ കിഴക്കേ ഭാഗത്താണ്. വേങ്ങര കച്ചേരിപ്പടയിൽ അന്നൊരാൾ കമ്മ്യൂണിസ്റ്റായിട്ട്, അന്ന് പറഞ്ഞാൽ 1962 സംഭവം, വീട്ടുകാരും നാട്ടുകാർ കംപ്ലയിൻറ്റ് വന്നപ്പോൾ അയാൾ വിളിച്ചു വരുത്തിയിട്ട്, അത് പേരെന്താ, സമീർ, നീ ഒന്നുകിൽ മുർത്തദ്ദായിട്ടുണ്ട്, മൗലാന അബ്ദുൽ ബാരി പറഞ്ഞത്, മുർത്തദ്ദ മതഭ്രഷ്ടനായി, അല്ലെങ്കിൽ നീ വൻദോഷം ചെയ്ത വൻപാപം ചെയ്ത ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്. മുർത്തദ്ദായാൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, വൻദോഷം ചെയ്താൽ തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഈ രണ്ടിലൊന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടായിരുന്നു. നമ്മുടെ നാട്ടിലെ പണ്ഡിതന് ഒരു കമ്മ്യൂണിസ്റ്റ് ഓഫീസിന് മുകളിൽ കയറിയിട്ട് കൊടി വലിച്ചു കയറിയിട്ട് താഴെ ചായക്കടയിൽ കൊണ്ടൊന്ന് കരിച്ചിട്ടുണ്ട്. തേൻ മുസ്ലിയാർ എന്ന അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിൽ അതൊക്കെ നടന്നത്. തേൻ മുസ്ലിയാർ 1968 സംഭവം നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുടെ സംഘടന ഉണ്ടാകാനും അവരെ കൊടി ഉയർത്താനും ഞാൻ സമ്മതിക്കില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 20 കൊല്ലം കഴിഞ്ഞിട്ടായി സംഭവം നടക്കുന്നത്. അപ്പോൾ അവർ ഇന്ത്യയിലെ നിയമമല്ല ചിന്തിച്ചത്. അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. സ്വന്തം സമുദായം വഴിതെറ്റിപ്പോകുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയില്ല.
അങ്ങനെ നിരവധി ആളുകൾ, മാനു മുസ്ലിയാർ, കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, നാട്ടിക മുസ്ലിയാർ, അത്തിപ്പറ്റ ഉസ്താദ്, അങ്ങനെ നിരവധി ആളുകൾ തങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള പുതിയ നേതൃത്വം വന്നതിന് ശേഷം സമസ്തയിൽ ഒരു നയമാറ്റം ഉണ്ടായി എന്നൊരു വിമർശനം മുഷാവറയുടെ ഒരു വിഭാഗത്തിനുണ്ടോ? ചില ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ, തങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാവും. അത് മുഷാവറയുടെ സംയുക്ത ചർച്ചയ്ക്കെടുക്കുകയോ ഒരു തീരുമാനം എടുക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോഴും ഈ മുഷാവറയിൽ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നത് സമുദായത്തിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് അധികാരികളുമായി സംസാരിക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിക്കൂ, അവരും ഇനിയും അതുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. പേരെന്തായാലും മുസ്ലിം സംഘടിത ശക്തി പറഞ്ഞാൽ അതിന് ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ പ്രവാചകൻ്റെ കാലം മുതൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. മുസ്ലിങ്ങളുടെ സംഘടിത ശക്തി അതിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിന് പുറത്ത് പല സ്ഥലത്തും. അപ്പോൾ അവർക്കാണ് ചെയ്യാൻ കഴിയുക. അതിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞ് കൊന്ത്രമ്പലായി ഏതെങ്കിലും സംഘടന ഉണ്ടായതുകൊണ്ട് കാര്യം നടക്കില്ല. ഉണ്ടായല്ലോ, 1983 MDP ഉണ്ടായി, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി. മരിച്ചതറിഞ്ഞില്ല, പത്രത്തിലൊന്നും വാർത്ത വന്നിട്ടില്ല. MDP മരിച്ചു. INL ഒരുപാടുണ്ട്. പക്ഷേ ഈയിടെയായി പല ന്യൂനപക്ഷ വിഷയങ്ങളിലും CPM നേതൃത്വം കൊടുക്കുന്നതിനെ ഇവിടുത്തെ കൂടുതൽ മുസ്ലിം സംഘടനകൾ പിന്തുണക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം ഉൾപ്പെടെ പ്രതിനിധികളെ അയക്കുന്നുണ്ട്, AP വിഭാഗം പ്രതിനിധികളെ അയക്കുന്നുണ്ട്, മുജാഹിദ് അയക്കുന്നുണ്ട്, ജമാഅത്തിനെ അവർ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM പിന്തുണക്കുന്നുണ്ടാവും. പിന്തുണക്കാന്ന് പറയാൻ പറ്റില്ല. അത് ആരാണെങ്കിലും മുസ്ലിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഒരു വേദി ഉണ്ടാക്കപ്പെട്ടാൽ അതിൽ മുസ്ലിങ്ങളുടെ വക്താക്കൾ പങ്കെടുക്കണമല്ലോ. അപ്പോഴല്ലേ ചർച്ചയിൽ പങ്കെടുക്കാൻ, ആ വിഷയം ആ ശ്രോതാക്കളെ മനസ്സിലാക്കാനും പാർട്ടിസിപ്പൻസിനെ രേഖപ്പെടുത്താനും കഴിയുള്ളൂ. അപ്പോൾ പിണറായിയുടെ ഇഫ്താറിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇഫ്താറിൽ പങ്കെടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗങ്ങളുടെയും ആളുകൾ പങ്കാളിത്തമുള്ള ഒരു സഭ അല്ലെങ്കിൽ പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുപരിപാടി സംഗമം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകണ്ടേ? മുസ്ലിങ്ങൾ ആരും പോകാതിരുന്നാലും ആൾക്കാത്ത ആൾക്കാർ മാത്രമല്ലേ ഇത് വരുള്ളൂ. ഒറ്റ കാര്യം, സംശയത്തിന്റെ ഇപ്പൊ നടക്കുന്ന പ്രചാരണങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഒരു സമുദായ നേതൃത്വം എന്ന നിലയിൽ സമസ്തയാണോ കണക്കാക്കുന്നത്, മുസ്ലിം ലീഗിനെയാണോ കണക്കാക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് വ്യക്തമാണ്. രണ്ടിന് രണ്ട് പ്ലാറ്റ്ഫോമാണുള്ളത്. സമസ്തക്ക് മദ്രസകൾ ഉണ്ടാക്കുന്നു. ഇപ്പം മിനിയാന്ന് ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 10,771 നമ്പർ മദ്രസക്ക് അംഗീകാരം നൽകി. അത് ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി നടത്താനുള്ള എല്ലാ പണിയും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അറബിക് കോളേജുകൾ, അവിടെയുള്ള സിലബസ്, അവിടുത്തെ പാഠ്യക്രമങ്ങൾ, അധ്യാപന രീതികൾ. അതേസമയം മുസ്ലിം ലീഗ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ അസ്തിത്വ സംബന്ധമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, ഭരണപരമായി, പിന്നെ നിയമ അസംബ്ലിയിൽ, പാർലമെൻറ്റിൽ, അതുപോലെ പഞ്ചായത്തിൽ ഒക്കെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡല്ല, പിന്നെ മുസ്ലിം ലീഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രംഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാ നേതൃത്വം നൽകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ചോദിക്കണം. മതവിദ്യാഭ്യാസ രംഗമാണോ സമസ്തയാണ് നേതൃത്വം നൽകുന്നത്? അതായത് ഈക്വൽ ആയിട്ടുള്ള നേതൃത്വം ഇരു വിഭാഗങ്ങളും നടത്തുന്നുണ്ട്, സമസ്തയും അതെ. നടത്തുന്നുണ്ട്. ഈ പാണക്കാട് കുടുംബത്തിന്റെ ഒരു പ്രാധാന്യം ഈടായി നഷ്ടപ്പെടുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടോ? പ്രാധാന്യം നഷ്ടപ്പെടില്ല. അവർ പ്രവാചക കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞില്ല, എങ്ങനെ പ്രാധാന്യം നഷ്ടപ്പെടുക? എൻ്റെ DNA എന്നതാണെങ്കിൽ ഞാൻ മാറ്റാൻ കഴിയില്ല. അതിസങ്കീർണമായ ഓപ്പറേഷൻ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ അവരെന്തുകൊണ്ടായിരിക്കും ഒരു പാണക്കാട് മഹല്ല് ഫൗണ്ടേഷൻ പോലെയുള്ള കൂട്ടായ്മകളൊക്കെ രൂപീകരിക്കാൻ? അത് ഓരോ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഓരോ സമയത്തിന് ഉണ്ടാകുക. 1926 സമസ്ത ഉണ്ടായത്. അപ്പോൾ 1916 നിങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണ്. 1951 വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായി, 41 എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഓരോ പരിഷ്കരണ പ്രവർത്തനങ്ങളും ഓരോ നവോത്ഥാന സംരംഭങ്ങളും ഓരോ കാലത്ത് ഓരോ സമയത്ത് ഉണ്ടാവും. അപ്പോൾ പാണക്കാട് തങ്ങന്മാരെ പല മഹല്ലുകളും ഖാദിയായി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ കീഴിലുള്ള മഹല്ലത്തുകൾ കുറച്ചുകൂടിയും ഒരു പിന്നെ വ്യവസ്ഥാപിതമായ, ആസൂത്രിതമായ, ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. സമസ്തയും അതിനൊരു വിരോധമില്ല. വൈരുദ്ധ്യാധിഷ്ഠിത മഹല്ലവാദം അല്ല അത്. നേരത്തെ ഉണ്ടായിരുന്ന പാണക്കാട് തങ്ങന്മാർ പോലെ ഹൈദരലി തങ്ങൾ സമസ്തയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നേതാവായിരുന്നു. അതിന് മുൻപുണ്ടായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ യുവജന വിഭാഗം നേതാവാണ്. പ്രധാനപ്പെട്ട ആ ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല. അതിന് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യമാണെന്നൊരു വിമർശന വിഭാഗത്തുണ്ട്. കൊണ്ടുവരുന്നില്ല, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ. അല്ല, ഒരു വിഭാഗത്തിന്റെ വിമർശനം, ഒരു വിഭാഗം, അത് നേരത്തെ പറഞ്ഞ വിഭാഗമാണ്.
ഒളിയം പെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് സമൂഹത്തിലും സംഘടനയും ഒരു അസ്തിത്വമില്ല. ഞാൻ പറയണേ, ഞാൻ സമസ്ത പ്രവർത്തകനാണെന്ന് പറയാണ്, ഞാൻ SKSF കാരാണെന്ന് പറയാണ്. SKSFന് ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്തോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്യുന്നവരാണ് ആ സംഘടന ആൾക്കാർ. SKSF ആണെങ്കിലും SYS ആണെങ്കിലും സുന്നി മേഖല ഫെഡറേഷനും ഒക്കെ അങ്ങനെ തന്നെയുള്ളത്. അത് ഒരു ലളിത സത്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ KS ഹംസ നടത്തിയ വളരെ വ്യാപകമായുള്ള ഒരു പ്രചാരണം, ആ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അദ്ദേഹം ഈ ഒരു നിമിഷം വരെ നടത്തിയ ഒരു പ്രചാരണം എന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ED വേട്ടയാടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരു ഫണ്ട് അവിടെ നിക്ഷേപിക്കുന്നു ചന്ദ്രികയുടെ അക്കൗണ്ടിൽ, അതിന്റെ പേരിൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും തർക്കം ഉണ്ടാവുന്നു. പിന്നീട് കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാവുന്നതിന് തങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പരസ്യമായി പ്രകടമാക്കുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കൃത്യമായ ഒരു വിദ്വേഷം ഇദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായതെന്നാണ് ഹംസ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരു വിലയിരുത്തൽ അങ്ങ് ഉൾപ്പെടുന്ന സമസ്തയിലെ ഒരു ഭാഗത്തിനുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ആരല്ല എന്തെല്ലാം ഗീബത്ത് നമീമത്ത് ഏഷണി പരദൂഷണം പറയുന്നത് ഉണ്ടെങ്കിൽ പാണക്കാട്ട് ഹൈദരലി തങ്ങളെ മക്കളെന്ന് പറയില്ലേ? ഇതുകൊണ്ടാണ് ബാബ സുഖമില്ലാതെ എന്നാലും പറഞ്ഞിട്ടില്ലല്ലോ. ശ്രമിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഒരാൾ വന്ന് അദ്ദേഹത്തെ പരസ്യമായി തെറി വിളിക്കുന്ന സാഹചര്യം തോന്നിയാസം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ പൊതു സ്വഭാവമാണ്, സമൂഹത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഉപരോധം ഉണ്ടാവും അവിടെ. അതൊക്കെ ആരെങ്കിലും ഹംസ പറഞ്ഞ് പിന്നെ കുഞ്ഞാലിക്കുട്ടി ചെയ്തത് അതിനെപ്പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇവിടെ അതിൻ്റെ ചോദ്യം ചോദിക്കാൻ പറ്റുമല്ലോ. ആയിരുന്നു. എന്നാ ശരി.